സ്നേഹമുള്ള നാടാണ് കോഴിക്കോട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമ്മൾ ഓട്ടോ പിടിച്ചറിയാം, സത്യമുള്ള നാടാണ് കോഴിക്കോട്. ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രുചിയുള്ള നാടാണ് കോഴിക്കോട്. ഒരു ഫുഡ് സിറ്റി എന്ന നിലയിൽ ഓക്കെ, പക്ഷേ അതിലൊരു ഭക്ഷണ വൈവിധ്യത്തിന് ഷോക്കേസ് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്ലാൻ മനസ്സിലുണ്ട്? സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. ഓക്കെ. സൗത്ത് ബീച്ച് മുനീർ സാഹിബ് തുടങ്ങി വെച്ചതാണ്, ഫിനിഷ് ചെയ്തിട്ടില്ല. നമ്മൾ സൗത്ത് ബീച്ചിനെ ഒരു ഗൾഫ് സ്റ്റൈൽ, മിഡിൽ ഈസ്റ്റ് സ്റ്റൈൽ, ഇൻ്റർനാഷണൽ കോർണീഷാക്കി മാറ്റും. ആ കോർണീഷിനകത്ത് കോഴിക്കോടിൻ്റെ ഭക്ഷണം പിന്നെ ഗ്ലോബൽ ഫ്ലേവേഴ്സും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അവിടെ മുംബൈയിലെ ജൂഹു ബീച്ച്, ചെന്നൈയിലെ മറീന ബീച്ച്, ഗോവ ബീച്ച്, ഇതൊക്കെ നമ്മൾ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയാറുള്ളത്. ഇതിൻ്റെ മുകളിലാണ് കോഴിക്കോട്ടെ ബീച്ചിലെ വൈബ്. നിങ്ങൾ രാത്രി 3 മണിക്ക് അലാറം വെച്ച് എണീറ്റിട്ട് കോഴിക്കോട് പോയി നോക്കും. ആ വൈബ് അസ്തമിക്കണില്ല, സൂര്യനെ അസ്തമിക്കണുള്ളൂ. കോഴിക്കോട്ടെ ബീച്ചിൽ വൈബ് അസ്തമിക്കണില്ല. പക്ഷേ ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. ഇവിടെ നമുക്ക് വിഷണറി ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള ഒരു ഭയങ്കരമായ ലാക്ക് ചെയ്യുന്നുണ്ട് ഈ നഗരം. അത് നമ്മൾ സോൾവ് ചെയ്യുക. ഇപ്പോൾ ഓട്ടോക്കാരെ കുറിച്ച് പറഞ്ഞു. കോഴിക്കോട്ടെ ഓട്ടോക്കാർ ഒരേ സമയം 2 ജോലി. നിങ്ങളൊരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് കൃത്യമായി സേഫായിട്ട് നിങ്ങൾ എത്തിക്കും. 2, അതേസമയം അദ്ദേഹം നിങ്ങളുടെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിരിക്കും, നിങ്ങളുടെ ഒരു സഹായി ആയിരിക്കും. ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇന്നലെ തിരുവണ്ണൂരിലെ ഗുരുവായൂരിലൊരു ശാന്തി തിരുമേനി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുകൂടലായിരുന്നു. ആ വീട്ടുകൂടലിൽ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് എന്നോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ വീട് ചെറിയ സ്ഥലത്താണ്, പറമ്പിലാണ് പന്തലിട്ടിട്ടുള്ളത്. ആ പറമ്പിലെ പന്തലിൽ വേറൊരാളുടെ മുറ്റത്താണ്. ഞാൻ കഴിക്കുമ്പോൾ ആ വീട്ടുകാരെൻ്റെ മുന്നിൽ വന്നു. നമ്മൾ ഷറായി ജയിക്കണം, നമുക്ക് സൂപ്പറാക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ വീടാട്ടാന്ന് പറഞ്ഞു. ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. എൻ്റെ പേര് കോയട്ടിയാണ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു കോയട്ടിക്കേന് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനിയുടെ വീട്ടുകൂടലിന് കോയട്ടിക്കാൻ്റെ മുറ്റത്ത് സദ്യ വിളമ്പുന്ന ഒരു കോഴിക്കോട് ഇവിടെ ഉണ്ട്. ഈ മാൻഹോളിലേക്ക് ഊർന്നു പോയ ഏതോ ഒരുത്തൻ്റെ സ്വന്തം ജീവൻ പറിച്ചു കൊടുത്ത നൗഷാദൊക്കെ ഇവിടെ ഉണ്ട്.